ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. സെൽഫ് കോൺഫിഡൻസ് ഒന്ന് മാത്രം മതി നമുക്ക് മുന്നേറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ തയ്യൽ സ്റ്റോറി ബേസിക്കലി നമുക്ക് ഒന്ന് കേട്ടാലോ? അവസാനം വരെ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കുഞ്ഞുനാൾ തൊട്ട് കുഞ്ഞുടുപ്പ് തയ്ച്ച് തുടങ്ങിയ എൻ്റെ തയ്യൽ പ്രേമം ചെന്നെത്തിയത് ആ മനസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ടിരുന്ന BDS കഴിഞ്ഞപ്പോൾ ഞാൻ തയ്യൽ ക്ലാസ്സിന് പഠിക്കാൻ പോയി. പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ 2 ആഴ്ച എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും എൻ്റെ ടീച്ചറുടെ കാലൊടിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പോയിട്ടോ. പിന്നെ യൂട്യൂബായിട്ട് ഗുരു, അതിനകത്ത് ഓരോന്ന് നോക്കിയിട്ട് ഞാൻ പാറ്റേൺസ് ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞു. എന്തായാലും എൻ്റെ ഭാഗ്യവശാൽ എൻ്റെ മദറിനിലോ നല്ലോണം തയ്ക്കുന്ന ഒരാളാണ്. അപ്പം അമ്മയുടെ ഗൈഡൻസിൽ വീണ്ടും കുറച്ചുകൂടെ നല്ലോണം പഠിക്കാൻ പറ്റി. അങ്ങനെ എൻ്റെ എക്സ്പെരിമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് PG കർണാടകയിൽ അഡ്മിഷൻ കിട്ടുന്നത്. എൻ്റെ പപ്പ എനിക്കൊരു പുതിയ തയ്യൽ മെഷീൻ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തന്നു കേട്ടോ. അങ്ങനെ തയ്യൽ മെഷീനും വാങ്ങിച്ച് ഡെമോയും അറ്റൻഡ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് ഡെമോയും അറ്റൻഡ് ചെയ്ത് വീട്ടിലെത്തിയപ്പം എൻ്റെ അനീതി പറയുക, ചേച്ചി നാളെ എൻ്റെ വാവയുടെ ബാപ്റ്റിസത്തിനിടാൻ വേണ്ടിയിട്ട് എനിക്ക് ഡ്രസ്സ് ശരിയായിട്ടില്ല. അപ്പോൾ അവൾ അപ്രോച്ച് ചെയ്ത തയ്യലിൻ്റെ ആൾ ബ്ലൗസ് തയ്ക്കാൻ റെഡിയായിരുന്നു. പക്ഷേ ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ നോർമൽ സ്കേർട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫിഷ് കട്ട് സ്കേർട്ടാണ് വേണ്ടത്. ഫിഷ് കട്ട് സ്കേർട്ട് ഇതുവരെ അവർ തയ്ക്കാത്തതുകൊണ്ട് തന്നെ അവർക്ക് കോൺഫിഡൻസ് ഇല്ല തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്തൊന്നുമില്ലാത്ത ഒരു കോൺഫിഡൻസിൽ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ യൂട്യൂബിൽ നോക്കി ഫിഷ് കട്ട് സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നോക്കി പഠിച്ച് മെഷർമെൻറ്റും എടുത്ത് അതെല്ലാം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് മെയിൻ ടാസ്ക്. ബിക്കോസ് ഞാൻ ആ മെഷീൻ ഇതുവരെ തൊട്ടിട്ട് പോലുമില്ല. ആ മെഷീൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പഴയ മെഷീൻ കേടായിട്ടിരിക്കുകയാണ്. അങ്ങനെ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് ഞാൻ ചെയ്തു. അതിന് ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് പറയണേ. பேசல